പാദം തൊടുമ്പോഴേ ഭക്തന്റെ ഞാൻ ഭജന പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്പലത്തിന്റെ അകത്ത് കൃഷ്ണന്റെ മാറിൽ ചാർത്തിയ പൂമാല ഓടി വരികയാണ് കൃഷ്ണനെ വിളിക്കുമ്പോൾ. നല്ലൊരു ശ്രോതാവ് ഉണ്ടെങ്കിലേ നല്ലൊരു ഗായകനുള്ളൂ. പക്ഷെ പലപ്പോഴും വർമാജി പാടുന്ന സമയത്ത് നമ്മള് ശബ്ദമിടറി നെഞ്ചു തുറന്ന് വിളിക്കുന്ന ഒരു ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അനുഭവിച്ച ഒരു സങ്കടങ്ങൾ അത് ഒരു കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ജാതി, മത, വർഗ, ലിംഗ, രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ ഹിന്ദു കുടുംബങ്ങളെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരണം. അതിൽ വളരെ പ്രശസ്തമായ നന്ദഗോവിന്ദത്തിന് അതിനൊരു സ്ഥാനമുണ്ട്, സംശയമില്ല. നവീനൊക്കെ പണ്ട് എൻ്റെ കൂടെ കൈപിടിച്ച് നാമം ചോദിച്ചിട്ടൊക്കെയുള്ള കുട്ടികളാണ്. സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാമാണ്, ഒരു പരാതികളില്ലാത്ത. യാത്രകളായിരുന്നല്ലോ, വീട്ടിലുണ്ടാവുകയില്ല. നാരായണം ഭജേ നാരായണം ലക്ഷ്മി. ത്യാഗരാജ സ്വാമികള് ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് അവരൊന്നും പൈസക്ക് വിറ്റതല്ല. ഏത് ഒരു കൃതികളും കമ്മിങ് ജനറേഷൻ എന്താ വേണ്ടത് ഇതൊന്നും എന്തിനാണ് ഇത് വരണം? നിങ്ങൾ നിങ്ങളെ വഴിക്ക് പൊക്കോളൂ. ഹു ആർ യു? യു ആർ ദ ഫൈനസ്റ്റ് ഡിസൈൻ ഓഫ് ഗോഡ്. ഭജനക്കാരനെ അറിയുള്ളൂ. വർമാജി ഒരിക്കലും സെലിബ്രിറ്റി എന്ന് പറയില്ല. ഭജനയ്ക്ക് വരാനുള്ള കാര്യം ഇതാണ്, നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് വേണ്ടി നന്നായിട്ട് പാടിക്കൂടെ, നാമം ചോദിച്ചൂടെ? ദേശത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറമാണ് ഡിവൈൻ ലവ്. അത് സംഗീതത്തിൽ കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. പണ്ട് ഭക്തിയും ആത്മീയതയും നമ്മളുടെ പൈതൃകം വിട്ട് പോകാൻ തുടങ്ങി എന്ന് തോന്നിയ സമയത്ത് ഭജനകളിലൂടെ ആത്മീയ ലഹരി എല്ലാ ഭക്തരിലേക്കും നിറച്ച ഡോക്ടർ പ്രശാന്ത് വർമ്മ, നമ്മുടെ സ്വന്തം വർമാജിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്തേ. നമസ്തേ. ആദ്യം തന്നെ വർമാജിയോട് പറയണമല്ലോ, ഒരു ഭയങ്കര ഫാനാണ് വർമാജിയുടെ. അപ്പോൾ ഞാൻ ഭജനകൾക്ക് പോകുന്ന സമയത്ത് പോലും വർമാജിയുടെ പാട്ടുകൾ കേട്ട് പാടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെപ്പോലുള്ള യുവതലമുറയെ ഇതിലേക്ക് കൊണ്ടുവന്നത് വർമാജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വർമാജിയോട് ചോദിക്കുകയാണ്, വർമാജിയുടെ തുടക്കം എങ്ങനെയായിരുന്നു? എൻ്റെ തുടക്കം എൻ്റെ വീട്ടിൽ നിന്നാണ്. എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം LIC ഏജൻ്റ് ആയിരുന്നു. നല്ല നോളജ് ലെവലൊക്കെ ഉള്ള ഒരു അമ്മാവനാണ്. അദ്ദേഹം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ പെട്ടി വെച്ചിട്ട് ഒരു ചെറിയ സിംഗിൾ റീഡ് ഹാർമോണിയം വെച്ചിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ പെട്ടിയിൽ ഇങ്ങനെ കൊട്ടി കൊട്ടി അദ്ദേഹത്തിന് ഏറ്റുപാടിയിട്ടാണ് എൻ്റെ തുടക്കം. വേറൊരു കറക്ഷൻ ഉള്ളത് വെച്ചാൽ ഭയങ്കര ഫാൻസ് എനിക്ക് പ്രശ്നമാണ്. ഞാനൊരു ഭീമാകാരനോ ഭീകരനാണോ വിചാരിക്കും. അതിന് അക്ഷരത്തിന് നമുക്കുണ്ട്. ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീതി ജനിപ്പിക്കുന്നതാണ്. വളരെ ഇഷ്ടപ്പെട്ട ഫാനാന്ന് പറയുകയാണെങ്കിൽ ഡിവൈൻ ലവോട് കൂടിയിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ഭക്തരാണ്. ഇത് നമ്മുടെ കാലത്തിന് വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. അക്ഷരത്തിൻ്റെ ഒരു വിഷയം, അടിപൊളി, അടിക്കുക, പൊളിക്കുക, എല്ലാം ചെറിയ ചെറിയ ഇംഗ്ലീഷ് ടേംസും വൈബ് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. ഞാനിപ്പം മകള് പാടുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നതും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. അത് അക്ഷരം, ഭാഷ അറിയുന്നവർക്ക്. അതുപോലെ കാർത്തിക ഭയങ്കരമായ പാട്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന ഒരു പാട്ടാണ് ഉണ്ടായത്. എന്നാൽ എക്സ്ട്രീം ലെവലിലുള്ള സാധനമാണ് അത്. ആ ഒരു ഭാഷ തന്നെ നമുക്ക് മാറ്റേണ്ട ഒരു കാലഘട്ടം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അമ്മാവൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചു കേട്ടോ. അമ്മാവൻ അങ്ങനെ പാടും. അമ്മാവൻ്റെ പാട്ടുകൾ പാടി കഴിഞ്ഞാൽ ഒരു സിംഗിൾ റീഡ് ഹാർമോണിയം എടുക്കാം, അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കാം. സ്വന്തം പഠിച്ചതാണ്. അപ്പോൾ അന്ന് വർമാജിക്ക് എത്ര വയസ്സായിരുന്നു? 7 വയസ്സാണ്. എപ്പോഴും അവിടെ വീട്ടിൻ്റെ അകത്ത് എല്ലാവരും ഭജനയും ഭക്തിയും. അച്ഛൻ കമ്മ്യൂണിറ്റി, ഹീസ് ദ റിയൽ കമ്മ്യൂണിസ്റ്റ്. പബ്ലിക്കിൽ നിൽക്കുമ്പോൾ നന്നായിട്ട് ബിഹേവ് ചെയ്യണം, നന്നായി പഠിക്കണം, പഠിച്ച് ജോലി എടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കൃഷിക്ക് വെള്ളം. അത് ചെറുപ്പം മുതൽ തന്നെ സ്വന്തം പാത്രം കഴുകണം. എൻ്റെ അച്ഛൻ രാമവർമ്മ രാജു വലിയൊരു ഗുരുവാണ്. അമ്മയാണ് സന്ധ്യാസമയത്ത് അശ്വതി ഭരണി, കാർത്തിക രോഹിണി എന്നുള്ള ആ പഠിപ്പ്. അങ്ങനെയാണല്ലോ പ്രഥമാതിഥിയ. വീട്ടിൽ നിന്ന് തന്നെ നാമം ജപിക്കൽ. മുത്തശ്ശിയാണെങ്കിൽ തൊട്ടടുത്ത റൂമിലാണ് പൂജമുറി. എല്ലാവർക്കും നിവേദ്യം വെക്കണം, വരുന്ന ആൾക്കാരെ നന്നായിട്ട് സ്വീകരിക്കണം, അവർക്ക് ഉള്ളത് കൊടുക്കണം. അപ്പം ഇതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഭജനയിലേക്ക് മാത്രമല്ല, അവിടെ തിരുവണ്ണൂർ എന്ന ദേശത്ത് ഭഗവതി ഘട്ടുണ്ട്. അവിടെ വൈശാഖ കാലത്ത് മുത്തശ്ശിമാരിങ്ങനെ ട്രഡീഷണൽ നാമജപം പൂന്താനത്തിൻ്റെയും ഓട്ടൂരിൻ്റെയും ഒക്കെ ചൊല്ലും. അവിടെ പോവും ഞാൻ. അച്ഛന് പോകുന്നത് തീരെ ഇഷ്ടമല്ല. അച്ഛനെ പഠിച്ചു കഴിഞ്ഞാൽ വന്ന് കളിക്കണം, 1 മണിക്കൂർ കളിക്കണം എന്ന് അച്ഛൻ്റെ നിർബന്ധമാണ്. കുട്ടികളെ കൂടെ കളിക്കണം എന്ന് നിർബന്ധം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പാട്ട് പഠിക്കും. ശരിക്കും ഞാൻ പോണത് അവിടെ നിന്ന് കിട്ടുന്ന അവല് വിളയിച്ചു ഇങ്ങനെ ഭജനയ്ക്കല്ല. ചെറിയ കുട്ടിയല്ലേ, ഭയങ്കര കൊത്തിയായിരുന്നു. ഞാൻ എപ്പോഴും എനിക്ക് വരുന്നു ഭയങ്കര എന്നാണ് വരുന്നത്. അത്ര
അതിനോടുള്ളൊരു പാഷൻ ഉണ്ടായിരുന്നു, അവിൽ വിളയിച്ചതിനൊക്കെ. അവിടുന്നാണ് അമ്മാവനും ഭഗവതി കെട്ടും തിരുവണ്ണൂരപ്പനും എന്നുള്ള ഒരു സങ്കല്പത്തിലുള്ള ഞങ്ങൾ അമ്പലത്തിൽ നിന്നാണ് നാമം ജപിച്ച് അത് അതിൽ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ പാട്ടുകൾ തന്നെ വരാൻ തുടങ്ങി. എന്ത് വന്നാലും ഒരു 100 ഭജനയുടെ താഴെ എല്ലാ വർഷവും ഹാർമോണിയം വായിച്ചുകൊണ്ടും, അന്ന് എനിക്ക് ആ ഭജനയിൽ 2 പാട്ട് പാടാനേ അർഹതയുള്ളൂ. ചെറിയ കുട്ടിയല്ല, അമ്മാവനാണ് പാടണം, വായിക്കണം, തെറ്റിയാ ചീത്ത പറയും, രാത്രി ഇവിടെ വന്നിട്ട്. അപ്പം അവർ ജീപ്പിൽ കയറിയ ഒരു ഷോൾഡറിൽ സിംഗിൾ റീഡ് ഹാർമോണിയം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോയൊരു കാലമൊക്കെ ഉണ്ട്. എന്തുതന്നെയാലും അന്നത്തെ കാലത്ത് കുട്ടികൾ നല്ല വഴിക്ക് തന്നെയായിരുന്നു നമ്മളെ സ്വരൂപം. സാമൂതിരി കുടുംബത്തിൽ, അതായത് കൃഷ്ണനാട്ടം രചിച്ച സാമൂതിരിയുടെ കുടുംബത്തിലല്ലേ. എല്ലാവരും നാമം ജപിക്കണമെന്നായിരുന്നു. അച്ഛൻ മാത്രമേ ജപിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അതിന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, പൊള്ളിച്ചിട്ടൊക്കെ ഉണ്ട് കാല്. പക്ഷെ പാവം ഭഗവാന്റെ അടുത്തെത്തി. 18 വർഷം ശബരിമലയിൽ പോയി കണ്ണുനീരോടെ അവസാനം നാമം ജപിച്ചിട്ടാണ് അച്ഛൻ എന്നോട് വിട പറഞ്ഞത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. എൻ്റെ പാട്ട് തീരെ ഇഷ്ടമില്ലായിരുന്നു. ക്ലാസിക്കൽ പാടണമെന്ന് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ മുത്തുമുത്ത് കണ്ണനൊക്കെ എടുത്ത് വലിച്ചെറിയണം, നീ ക്ലാസിക്കൽ പാടാൻ പറയും. ഞാൻ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു പാട്ട് വന്നു എന്നേ ഉള്ളൂ അച്ഛാ. കുട്ടികളൊക്കെ നമ്മളെ കൂടെ നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യണമെന്നല്ലാണ്ട് ക്ലാസിക്കലല്ലേ അതിൻ്റെ ബേസ് തന്നെ, രാഗം അത് തന്നെയല്ലേ ചെയ്യണേ. പിന്നെ ഇന്നത്തെ ജനറേഷൻ മാറി മാറി വരുമ്പോൾ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അവസാനം ബ്ലഡ് ക്യാൻസറായിട്ടാണ് പോയത്. ആ സമയത്തും പാടി കേൾപ്പിച്ചിരുന്നു എല്ലാം. അപ്പം ഈ അമ്മാവൻ ഒരു നമ്മുടെ റോൾ മോഡലായിരുന്നു. അപ്പം ഇങ്ങനെ പാട്ടുകൾ വരും, ശ്ലോകങ്ങൾ എന്നോട് പറയും, എന്നെ കുട്ടാന്നാ വിളിക്കാം. കുട്ടൻ ആ പാട്ട് പഠിക്കും കേട്ടോ. ആദ്യമായിട്ട് ഹരിദാസ്ഗിരി സ്വാമികളുടെ ടേപ്പ് റെക്കോർഡിൽ CD കൊണ്ടുതരും. CD അല്ല, അന്ന് ടേപ്പാണ് കൊണ്ടുതരുന്ന അമ്മാവനാണ്. ഹരിദാസ്ഗിരി സ്വാമികൾ എന്ന് പറഞ്ഞാൽ സമ്പ്രദായ ഭജന പ്രചരിപ്പിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് ഹരിദാസ്ഗിരി സ്വാമികൾ. പുതുക്കോട്ടെ ഗോപാലകൃഷ്ണ ശാസ്ത്രികളും അപ്പോൾ ജയകൃഷ്ണ ദീക്ഷിതരുടെ ഗുരുവാണ്. അദ്ദേഹത്തിന് ഒരു മാലയുള്ളൂ, ഷർട്ടൊന്നും ഇടില്ല. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. നാരദ മഹർഷി അനുകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതെനിക്കൊരു റോൾ മോഡലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വന്നു. പിന്നെ പാട്ടായിരുന്നു ജീവിതം. എല്ലാ പാട്ടും കേൾക്കുമായിരുന്നു. അന്ന് ഈ മോട്ടറൊന്നും ഇല്ലല്ലോ വീട്ടിൽ. ചെടികൾക്ക് വെള്ളം നനയ്ക്കണം, അതുപോലെ വീട്ടിലേക്കുള്ള വെള്ളം നിറച്ചിടണം. വലിയ തറവാടായിരുന്നു. എല്ലാവരും നല്ല ഭജന കേൾക്കാനും പാടാനും സംഗീതപരമായിട്ട് വരുന്ന ജനറേഷനും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ഇപ്പോഴാണെങ്കിലും ചെറിയമ്മയുടെ മക്കളാണെങ്കിലും എല്ലാവരും പാട്ടുകാരാണ്. വൃന്ദാവനത്തിൽ മരുവീടിന വാസുദേവ എന്ന് പാടുന്ന പഴയ ഓട്ടൂരിൻ്റെ ട്രഡീഷണലാണത്. നിന്നോട് എനിക്കൊരു ചെറുതായൊരു ചോദ്യമുണ്ട്, ദതിയൂറി തൊടുവാൻ നീളമില്ല. അത് അമ്മാവൻ പാടുമ്പം ചില സമയത്ത് നമ്മൾ ചെറിയ കുട്ടിയാണെങ്കിലും ഉള്ളിലേക്കൊരു നിറവുണ്ട്. അങ്ങനെയാണ് ഭജനയിലേക്ക്. പിന്നെ എന്നോട് പറയും, വരുന്ന പാട്ട് ഹരേരാമയാണെങ്കിലും രാഗത്തിൽ പാടാൻ പറയും. പിന്നെ അതൊരു ശീലാക്കി തന്നത് ഹരിദാസ് കേരളവർമ്മ, അതിൻ്റെ താഴെയുണ്ട് ശശിധരൻ രാജ്. അങ്ങനെ അമ്മാവന്മാരുടെ പരമ്പരയാണ്. 100 വർഷമായി ആ ഭജന സമിതി. തിരുവണ്ണൂർ കോവിലകം ഭജന സമിതി എന്നാണ് പേര്. അതിപ്പം ന്യൂ ജനറേഷൻ്റെ സ്റ്റൈലിൽ വന്നപ്പോൾ ശ്രവണമംഗളം എന്ന പെൺകുട്ടികളെ, അതായത് ചെറിയമ്മമാരുടെ മക്കളും, അതായത് എൻ്റെ മേമയുടെ മക്കളുണ്ട്, മാലിക അമ്മു, അതുപോലെ ശ്രീയുക്ത അമ്മാവൻ്റെ മക്കൾ, അതുപോലെ 2-3 അത് മറ്റു താവഴിയിൽ നിന്നുള്ള സ്മിതയുടെ മക്കളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ആൺകുട്ടികൾക്ക് കൃഷ്ണഗീതി. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് ഇപ്പോൾ വരുന്നത്. അതിൽ സനൽകുമാർ വർമ്മ, ശ്രീജയവർമ്മയൊക്കെ. ബാനർ തിരുവണ്ണൂർ കോവിലകം ഭജന സമിതി. അതിന് പേരിട്ടിരിക്കുന്നത് മാനസ ജപലഹരി എന്ന് പറഞ്ഞ പോലെ. അവർക്ക് 2 പേരും അവർ നന്നായിട്ട് ചെയ്യണുണ്ട്. ഇപ്പം 100 വർഷം ആദരവൊക്കെ കൊടുത്തു അവിടെ ശിവൻ്റെ അമ്പലത്തിൽ. എല്ലാ തലമുറയിലും എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാവരും പാടട്ടെ. ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഇന്നത്തെ ജനറേഷൻ ഒരുപാട് പേരെ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹിന്ദു കുടുംബങ്ങളെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകണം. അതിൽ വളരെ പ്രശസ്തമായ നന്ദഗോവിന്ദത്തിന് അതിനൊരു സ്ഥാനമുണ്ട്, സംശയമില്ല. നവീനൊക്കെ പണ്ട് എൻ്റെ കൂടെ കൈപിടിച്ച് നാമം ചോദിച്ചിട്ടൊക്കെയുള്ള കുട്ടികളാണ്. അറിയാം, അവർക്കറിയാം, ദേശത്ത് അറിയാമെന്ന് തോന്നുന്നു. എല്ലാ ഭജനക്കാർക്കും ഒരു തുടക്കം എന്ന് പറയുന്നത് വർമാജി തന്നെയാണ്. എല്ലാവരും ഈ ഒരു ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ആരെയും ഡയറക്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. അവർ ചോദിക്കുന്ന പാട്ടുകൾ കൊടുക്കും. ഇവർക്ക് പണിക്കരേട്ടനുണ്ടായിരുന്നു, എനിക്ക് അതേപോലെ അതേ സമയത്ത് എൻ്റെ ഗുരുക്കന്മാർ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 147 ഭജനസമിതിക്കാരുണ്ട്. ഇപ്പോഴും
സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു 100-ൽ പരം ഭജന സമിതിക്കാരുണ്ട്. രാത്രി വിളിക്കും, കറക്ഷൻ ചോദിക്കും, ഇതിനൊരു ശ്ലോകം പറഞ്ഞു തരുമെന്ന് ചോദിക്കും. ധർമ്മം ഇതായിരിക്കാം ഭഗവാൻ തീരുമാനിച്ചത്. വലിയ ആളേ അല്ല, ലോകത്തിലെ ഈ ഒരു പ്രൊഫഷനായിട്ട് ഇത് എടുത്തപ്പോൾ അച്ഛൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പ്രൊഫഷൻ എടുക്കാൻ കാര്യം വെച്ചാൽ 2 തവണ ഞാൻ പിന്നെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഇതിന് PSCയിൽ എഴുതി. എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു അത് പഠിക്കാൻ. സംഗീതം പഠിക്കണം എന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ അന്നത്തെ പ്രിൻസിപ്പൾ കുമാരകേരളവർമ്മ സാറായിരുന്നു. അച്ഛൻ്റെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരുന്നു. അവരുടെ എന്താ പറയുക, യുവകാലങ്ങൾ എന്ന് പറയില്ലേ, നമ്മൾ ചൈൽഡ്ഹുഡൊക്കെ അവർ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഒരാൾ മൃദംഗവും ഒരാൾ വായ്പാട്ടും. ശ്രീകുമാരേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക, കുമാരകേരളവർമ്മ സാർ. അച്ഛൻ മൃദംഗം പഠിക്കുമായിരുന്നു. രണ്ടുപേരും വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ അവർ വലുതായി കഴിഞ്ഞു, അദ്ദേഹം പ്രൊഫസറായി കഴിഞ്ഞപ്പം മോനെ ഒന്ന് അവിടെ തിരുവനന്തപുരം അക്കാഡമിയിൽ പഠിപ്പിക്കണം. അപ്പം അവിടെയൊക്കെ അവൻ സെപ്പറേറ്റായിട്ട് പഠിച്ചാൽ മതി, അവിടെയൊക്കെ സമരവും കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമാണ്. അവിടെ വന്നാൽ ഞാൻ അവൻ്റെ പഠിപ്പൊന്നും ശരിയാവില്ല. എനിക്ക് വലിയ സങ്കടമായി. പിന്നെ ഞാൻ 10 വർഷം വീട്ടിലിരുന്ന് പഠിച്ചു. നാരായണസ്വാമി ഭാഗവതർ എന്ന പേര്. ആ കാലഘട്ടത്തിൽ വീട്ടിൽ ഗുരുകുല സമ്പ്രദായം എന്താണെന്ന് ഞാൻ പഠിച്ചു. 3 ദിവസം നാരായണസ്വാമി, അദ്ദേഹം ഗുരുനാഥൻ വരും. അദ്ദേഹത്തിന് മുറുക്കാൻ ഉണ്ടാക്കി കൊടുക്കുക, അടയ്ക്ക നുറുക്കി കൊടുക്കുക, വെള്ളം ചൂടാക്കി കൊടുക്കുക ബാത്റൂമിൽ. അന്ന് ഇതേപോലെ ഇതൊന്നുമില്ലല്ലോ. 3 ദിവസം ഇഷ്ട നേരം പഠിക്കുക. അദ്ദേഹത്തിൻ്റെ ചോറും പ്ലേറ്റും കഴുകി വയ്ക്കുക, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് അലക്കി വയ്ക്കുക. 3 ദിവസം. ആ ഗുരുകുല സമ്പ്രദായം എന്താണെന്ന് അപ്പോഴാണ് പഠിച്ചത്. ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റം ആർക്കും അറിയില്ല, ഗുരുകുല സിസ്റ്റം എന്താണെന്നുള്ളതോ. അതാണ് ഞാൻ ഗുരുവിൻ്റെ പ്രാധാന്യം ഇപ്പം കൂടി വരികയാണ്. ഗുരു പറയുന്നൊന്നും ആരും കേൾക്കണില്ല എന്നുള്ളൊരു സങ്കടം. നമ്മളൊന്നും ഗുരുവാകാനായിട്ടില്ല. പക്ഷെ ലോക ഗുരുക്കന്മാർ ഒരുപാട് തത്വങ്ങളും പിന്നെ നമുക്ക് വേണ്ടുന്ന കലിയുഗത്തിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള കുറേ കോട്സുകൾ തന്നിട്ടുണ്ട്. അതുപോലും ഒന്നും മനസ്സിലേക്ക് വയ്ക്കുന്നില്ല. അതിലേറ്റവും ഇതല്ലേ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം. അതൊരു ദിവസം വായിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളായി. ശങ്കരാചാര്യർ അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വർമാജിക്ക് ഇപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഭാര്യ സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാമാണ്, ഒരു പരാതികളില്ലാത്ത. യാത്രകളായിരുന്നല്ലോ വർമാജിക്ക്, വീട്ടിലുണ്ടാവുകയില്ല. ഞാൻ എപ്പോഴും നന്നായിട്ടിരിക്കണം എന്നാണ് എൻ്റെ സഹധർമ്മിണി ഓമനയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അവരുടെ കുടുംബത്തിൽ അച്ഛൻ അമ്മയുണ്ടായിരുന്നു. ഇവൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള 2 കുട്ടികളുണ്ടായിരുന്നു. അന്ന് വീട്ടിൽ ആരുമില്ല, അമ്മയും അച്ഛനേ ഉള്ളൂ. വലിയ കാര്യമായിരുന്നു അനിയത്തിയുടെ 2 കുട്ടികളെ. ആ 2 കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സപ്പോർട്ടൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ ചെയ്തു എന്നല്ലാണ്ട്. അന്ന് എനിക്ക് ഭജനയും കുറവായിരുന്നു. വൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കെല്ലാം ആണ്. 100%. അവിടെ നിന്ന് എന്നോട് പറഞ്ഞു പല കാര്യങ്ങളും എനിക്ക് കറക്റ്റ് ചെയ്ത് തന്ന വൈഫാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും കേട്ടോ, എല്ലാവരും നല്ല വഴിക്ക് മാത്രമേ എന്നെ നയിച്ചിട്ടുള്ളൂ. നമ്മുടേതായിട്ടുള്ള കർമ്മത്തിനനുസരിച്ച് കുറച്ച് നെഗറ്റീവും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി, ആ സിനിമയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചില നമ്മുടെ കുടുംബത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയി വന്നിട്ടുണ്ട്. ഭാര്യയുടെ ഇഷ്ടത്തിനില്ലാണ്ടൊക്കെ പോയി വന്നിട്ടുണ്ട്. അത് നമ്മുടെ കാർമികമായിട്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അല്ലാണ്ട് അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും ഭാര്യ വീട്ടുകാരൊക്കെ 100% സപ്പോർട്ടാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ കൂടുതലായിട്ടും പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു വീടായിട്ടില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എൻ്റെ ആശ്രമമാണ് എൻ്റെ ലക്ഷ്യം. ആശ്രമമാണെങ്കിൽ കുറച്ചും കൂടെ പോകണ്ടേ മുന്നോട്ട്. അപ്പോൾ ആ സമയത്തിന് ഇപ്പോൾ ഒരു സമയമാണ്. ഗുരുവായൂരപ്പ ഭജനാശ്രമം പേര് വെച്ചത് ജയകൃഷ്ണ ദീക്ഷിതർ, വിട്ടൽദാസ്, രംഗമ്മ പാടുന്ന അദ്ദേഹത്തിൻ്റെയാണ്. ഓഡിയോ ഒക്കെ പുറത്തിറങ്ങി. അദ്ദേഹമാണ് അതിൻ്റെ പേരൊക്കെ വെച്ചത്. അപ്പം അതിൻ്റെ അങ്ങനെ ഒഫീഷ്യൽ നടന്നുകൊണ്ടിരിക്കണം. 2022 ഞാൻ ആശ്രമം കെട്ടണമെന്ന് ആഗ്രഹിച്ച ആളാണ്. യാത്ര മടുത്തിട്ടാണ്. പിന്നെ അമ്പലങ്ങളിലൊക്കെ തന്നെ കണ്ടാമിനേറ്റഡായി, യുദ്ധങ്ങളായി, രാഷ്ട്രീയ പ്രേരിതങ്ങൾ വന്നു. നമ്മളവിടെ ഒന്നും കാണിക്കില്ല, പക്ഷെ പല വിഷയങ്ങളും നമ്മൾ കാണുമ്പോൾ സങ്കടം തോന്നും. നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ പറയും ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ കേൾക്കില്ല, നല്ല രീതിക്ക് കറക്റ്റ് ചെയ്യുള്ളൂ. അതങ്ങനെയായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ പറയും. കേൾക്കാൻ തയ്യാറാവില്ല. ഇല്ല, അത് വേദനയായി. പിന്നെ വന്നിരുന്നാലും ഇങ്ങനെ പറയും പരമപുത്രം പാടണ്ട കേട്ടോ. ഞാനിതൊന്നുമല്ല, ഞാൻ ഭജനക്കല്ലേ വന്ന്. ഭജനയ്ക്ക് വന്നിരിക്കുന്ന ഒരാളോട് ഒരു കണ്ടീഷൻസൊക്കെ പല സ്ഥലത്തും മൈക്ക് തരാത്ത ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഞാൻ വന്നിരുന്നാൽ ചിലപ്പോൾ അയാൾക്ക് 5 മൈക്ക് കൊടുത്താൽ മതി പറയും. 5 മൈക്കിൽ പാടും. വലിയ ആളാണെന്ന് എനിക്ക് തോന്നിയാലല്ലേ ഉള്ളൂ.
എന്തോ സങ്കടം തോന്നേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ലോകത്തിൽ ചെറിയ ആളാണെന്ന് എപ്പോഴും വിളക്കൊളുത്തി പറയുന്ന ആളാണ്. എനിക്കൊന്നും അറിയില്ല. ഞാനിങ്ങനെ ഒരു പക്ഷെ പലപ്പോഴും വർമാജി പാടുന്ന സമയത്ത് നമ്മൾ ശബ്ദമിടറി നെഞ്ചു തുറന്ന് വിളിക്കുന്ന ഒരു ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. ആ ലൈഫ് മറ്റൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ച ഒരു സങ്കടങ്ങൾ ലോകത്തിലൊരാൾക്ക്, എൻ്റെ കാർമ്മികമായിട്ടുള്ളതാണ് എൻ്റെ സങ്കടങ്ങളൊക്കെ. അത് ഒരു കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ജാതി, മത, വർഗ, ലിംഗ, രാഷ്ട്രീയ ഭേദമന്യേ, അങ്ങനെ ഞാൻ പറയാറ്. ദേശത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറമാണ് ഡിവൈൻ ലവ്. അത് സംഗീതത്തിൽ കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരാൾക്ക് വേണ്ടി ഞാൻ നാമം ജപിക്കാട്ടോ, ഒക്കെ ശരിയാവും. എന്നിട്ട് അയാളുടെ മുമ്പിൽ ഒരു നാരായണം ഭജേ നാരായണം ലക്ഷ്മി എന്ന് പാടി ഒക്കെ ശരിയാവുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സന്തോഷം ഒരു കോടി കൊടുത്താലും കിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും സേവാ സാധന സത്സംഗം എല്ലാ ശ്രീ ശിവശങ്കർജിയുടെ അടുത്ത് പോയി പാടിയിട്ടുണ്ട്, ഗുരുജിയുടെ കൈ പിടിച്ച് പാടിയിട്ടുണ്ട്, അമ്മയുടെ മുമ്പിലിരുന്ന് പാടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കഴിവുകൊണ്ടല്ലോ അല്ല, എത്രയോ പേര് നമ്മളെ പൂർവികർ അനുഗ്രഹിച്ച, ഭക്തന്മാരനുഗ്രഹിച്ച, സംഘടനയിലെ കാര്യകർത്താക്കൾ അനുഗ്രഹിച്ചു. മുൻജന്മ സരസ്വതി അനുഗ്രഹം വേണമെന്ന് പറയാറുണ്ട്. എന്താണ് മൂകാംബികയിൽ 117 ദിവസം ഭജന ഇരുന്നത് അതുകൊണ്ടല്ലേ. ആ സമയത്ത് ബിഗ് സീറോ ആയിട്ട് അവിടുന്ന് പോണേ. സുകൃതം എന്ന് പറയുന്നത് എന്താണെന്ന്, നമ്മൾ ഈ ഭൂമിയിൽ ഭാരതത്തിൽ ജനിക്കുക എന്നുള്ളത് സുകൃതം. ഇതുപോലൊരു ദേശവും രാജ്യവും ലോകത്തില്ല. അതുകൊണ്ടല്ലേ മറ്റു രാജ്യക്കാരൊക്കെ ഇങ്ങോട്ട് വരണം. വിഭവസമ്പത്ത് ഏറ്റവും കൂടുതലുള്ള സ്ഥലം കേരളമാണ്. കേരളത്തിൽ ഏറ്റവും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ക്ഷേത്രമാണ് ഉച്ചിറ. എവിടെ ആർക്കാ ഇതൊക്കെ വേണ്ടതെന്ന് പറയൂ. ഇന്ന് കമ്മിങ് ജനറേഷൻ എന്താ വേണ്ടത് പറയും. ഇതൊന്നും വേണ്ട. എന്തിനാണിത് വരണം? നിങ്ങളെ വഴിക്ക് പൊക്കോളൂ, ഡാൻസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ന്യൂ സ്റ്റൈലിൽ നിങ്ങൾ പൊക്കോളൂ. പക്ഷേ ഹൂ ആർ യു? യു ആർ ദ ഫൈനസ്റ്റ് ഡിസൈൻ ഓഫ് ഗോഡ്. നിങ്ങളിൽ നിന്ന് തത്വമസി അഹം ബ്രഹ്മാസ്മി, നിൻ്റെ പോസിറ്റീവ് എനർജിയാണ് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അവയർനാണ്. നമ്മളിങ്ങനെ കുറച്ചു നേരം നമ്മളിലേക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചിന്തിക്കാൻ പറ്റും. ഇന്ന് ജനൻ ടി വിയുടെ ഈ 2 ക്യാമറക്കിടയിൽ കാർത്തികയുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ ഏതോ ഒരു നിയോഗം പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അതും എൻ്റെ ഗുരുതുല്യനായ ശ്രീകൃഷ്ണൻ ഡോക്ടറിൻ്റെ എനിക്ക് വേണ്ടി ചികിത്സ, ഇത്ര നല്ല ചികിത്സ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടി ഒരു മഹാമണ്ഡപത്തിൽ നമുക്ക് ഇരിക്കാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം നമ്മൾ ആരോടെ നന്ദി പറയും. ഇപ്പം കാർത്തിക ചോദിച്ചല്ലേ ഭജനയ്ക്ക് വരാനുള്ള കാര്യം ഇതാണ്. നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് വേണ്ടി നന്നായിട്ട് പാടിക്കൂടെ, നാമം ചോദിച്ചൂടെ? അത് എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും വേണ്ടി നാമം ചോദിക്കാറുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, അത് ഈ ക്രിസ്ത്യൻ പാട്ട് പാടാറുണ്ട് ഇടയ്ക്ക്. ചോദിച്ചു, അമ്പലത്തിൻ്റെ അകത്ത് ഞാൻ പാടില്ല, അമ്പലത്തിൻ്റെ പുറത്താണ് ഈ കമ്മിറ്റി പെർമിഷൻ തന്നാൽ. കാരണം ഞാൻ പ്രൊഫഷണൽ, എൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ കമ്മിറ്റിയും സ്പോൺസറും പറയുകയാണെങ്കിൽ നമുക്ക് പാടാം, അതിന് തെറ്റില്ല. അതിന് അമ്പലത്തിൻ്റെ അകത്ത് ഞാൻ ചെയ്യും. ഭജൻസ് എന്നുള്ള പേരിലല്ലായിരിക്കും ഞാൻ ചെയ്യേണ്ടത്. പക്ഷേ ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ എൻ്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ തൃശ്ശൂർ വിറ്റത് ജെയ്സൺ എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അമ്മയുള്ളപ്പം മാത്രമേ എൻ്റെ പാട്ട് വയ്ക്കാത്തുള്ളൂ. എൻ്റെ അയ്യപ്പ സ്വാമിൻ്റെ CD പ്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. ഇന്നും ഈ ഒരു 22 വർഷമായി ജെയ്സണാണ് എന്നെ ഇവിടെ കൊണ്ടുവിടുക. വർമാജി, ചിലവരെ സംബന്ധിച്ചിടത്തോളം സംഗീതം എന്ന് പറയുന്നത് ഒരു ജോലി അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതേസമയം സാമ്പ്രദായിക ഭജന എന്ന് പറയുന്നത് അത് ഈ പൈസയുടെ നേട്ടത്തിനൊന്നും ഉള്ളതല്ല. അപ്പോൾ വർമാജിയെ സംബന്ധിച്ചിടത്തോളം ഭക്തി അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? ഭജനയുടെ ഒരു ചെറിയ ഏതോ ഒരു പൊടിയായിട്ട് കൂടി ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ഭജനക്കാരനേ അറിയുള്ളൂ. വർമാജി ഒരിക്കലും സെലിബ്രിറ്റി എന്ന് പറയില്ല. ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർമാജി ഉണ്ടെങ്കിൽ നോക്കാം, നമുക്ക് ഞങ്ങളിങ്ങനെയാണ് പ്രിഫർ ചെയ്തതെന്ന് അതിലേക്ക് എത്തിച്ചു എൻ്റെ ഗുരുക്കന്മാർ. വർമാജിയുടെ കഴിവുണ്ടല്ല, ശാന്തവർമ്മയുടെ ഒരു കഴിവും ഇതിലില്ല, മുകളിലുള്ള ദൈവത്തിൻ്റെ കഴിവാണ്. പിന്നെ സംഗീതം ചിലർക്ക് ഐച്ഛിക വിഷയമായി പഠിച്ചിട്ട് കച്ചേരി നടത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കുട്ടികളെ പഠിപ്പിച്ച അങ്ങനെ ഒരു നിയോഗം ദൈവത്തിൻ്റെ ഉണ്ടാവും. സമ്പ്രദായ ഭജനയിലെ ഏറ്റവും തലതൊട്ടപ്പനായ നാരദ മഹർഷിക്ക് സ്വിസ് ബാങ്കിൽ അക്കൗണ്ടില്ല, നാരായണ ജപിച്ചിട്ട് പോകണം അല്ലേ. അത് കഴിഞ്ഞ് വന്ന പരമ്പര മുഴുവൻ നോക്കുള്ളൂ. ത്യാഗരാജ സ്വാമികൾ ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് അവരൊന്നും പൈസക്ക് വിറ്റതല്ല. ഏത് ഒരു കൃതികളും ആ പരമ്പരയിൽ ഇങ്ങോട്ട് ഇങ്ങനെ അന്നത്തെ കാലത്ത് വേറൊന്നുണ്ട്. ഓപ്പോസിറ്റ് വാല്യൂസ് ആർ കോംപ്ലിമെൻ്ററി. അന്നത്തെ കാലത്ത് ഇങ്ങനെ നടന്നാൽ തന്നെ ഈ
ഇവരെയൊക്കെ സ്വീകരിക്കാനും അവർക്കുള്ള അന്നവസ്ത്രാദികൾ കൊടുക്കാനും ഉള്ളൊരു സമൂഹമുണ്ടായിരുന്നു. ഇല്ലേ? ഇപ്പം നമ്മുടെ കാലഘട്ടം വരെ തന്നെ 108 പറ വിത്ത് വിതയ്ക്കാനുള്ള നിലമുണ്ടായിരുന്നു. വീട്ടിൽ വന്നാൽ എന്തായാലും കഞ്ഞി ഉണ്ടാവും. വചനവാടിയിലും വേണ്ടി സംഘപ്രവർത്തകർ, പഴയ സംഘപ്രവർത്തകർ അങ്ങനെയാണ്. വീട് വിട്ടങ്ങ് ഇറങ്ങിപ്പോയാൽ എവിടെയും അവർക്ക് കിടക്കാൻ സ്ഥലമുണ്ട്. കാരണം ദേ ആർ ഡൂയിങ് സേവ ഫോർ ഭാരത്. ഇന്ന് ഭാരതത്തിന് വേണ്ടിയാണ് സേവനം ചെയ്തുകൊണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ സമ്പ്രദായ ഭജന സമ്പ്രദായം എന്താ ശരിക്കും? ഒരു സിസ്റ്റമാണ്. അത് ബ്രാഹ്മിൻസിനൊരു സിസ്റ്റമുണ്ട്. അത് പുതുക്കോട്ടെ ഗോപാലകൃഷ്ണ ശാസ്ത്രികൾ ഇങ്ങനെ കന്നഡയിലും തെലുങ്കിലും മറാഠിയിലും ഒക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി. അതിനൊരു ബുക്കും ഉണ്ട്. നമ്മൾക്ക് കേരളത്തിലൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനനുസരിച്ച് പഴയ ഗുരുക്കന്മാർ ഗണപതി, സരസ്വതി, ഗുരു അങ്ങനെ പോയി ആഞ്ജനേയൻ, ഹരിവരാസനം, അയ്യപ്പസ്വാമിയുടെ അവിടെ. ഇതിനാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ ഒരു സമ്പ്രദായം ഇല്ലാത്ത ആളാണ്. സ്റ്റേജിലിരുന്ന എന്താണോ അത് ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയണു, ഈ ലോകത്തിലുള്ള എല്ലാവരും നാമം ജപിക്കട്ടെ. സംഗീതം അറിയണവരും അല്ലാത്തവരും, ഇനി പണത്തിനാണെങ്കിലും അങ്ങനെയൊക്കെ ആവട്ടെ, ദേ ആർ ഡൂയിങ് സത്സംഗ്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ കേട്ടിട്ടുണ്ട് കലിയുഗത്തിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന നാമജപമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ നാമജപത്തിന് വേണ്ടി എല്ലാവർക്കും ഒത്തുകൂടാനുള്ളൊരു സ്ഥലമാണ്. അതെ അതെ. അപ്പോൾ അതിനും ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ അതിന് തുടക്കം കുറിച്ചത് വർമാജിയാണ്. വർമാജിയുടെ ഒരു പരിപാടി വരുമ്പോൾ അവിടെ എല്ലാ ഭക്തരും ഒരുപോലെ ഇരുന്ന് അവർ തന്നെ വൈകാരികമായി പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അത് കാണുമ്പോൾ വർമാജിക്ക് എന്താണ് തോന്നാറ്? ഞാൻ ചെയ്യുന്നു എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. നല്ലൊരു ശ്രോതാവ് ഉണ്ടെങ്കിലേ നല്ലൊരു ഗായകനുള്ളൂ. ശരിയല്ലേ? ഞാൻ എല്ലാവരെയും നമസ്കരിച്ചിട്ടേ ഇരിക്കാറും. ചില നിയോഗങ്ങളില്ലേ, നിയോഗങ്ങളിൽ കൂടെ ഒരു യാത്ര. നേരത്തെ ചോദിച്ചില്ലേ, മറക്കാൻ പറ്റാത്തൊരു വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ തടിച്ചുകൂടിയ ഒരു സമൂഹമുണ്ട്. അന്ന് മീഡിയൊന്നുമില്ല, മൊബൈൽ പോലുമില്ല. വിശ്വരൂപയുടെ 25ാം വാർഷികം. സകല ഭാഗവതാചാര്യന്മാർ, എൻ്റെ ഗുരുക്കന്മാർ, ഞാൻ പറഞ്ഞ ഹരിദാസ് കേരളവർമ്മയടക്കം എൻ്റെ അച്ഛനടക്കമുള്ളവർ, കുടുംബത്തിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ ഭാര്യ വീട്ടുകാർ, ഇവർ വൈഫിനെ ഞാൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഈ എല്ലാവരും കാണാൻ വന്നു. അതുപോലെ ചെന്നാസ്തംപുരിപ്പാടിൻ്റെ ഗ്രൂപ്പ്, ഗുരുവായൂരപ്പൻ്റെ മൂർക്കന്നൂർ ഹരിയേട്ടൻ, കിഴക്കേട ഹരിനാരായണൻ തിരുമേനി, കാവനാട് രാമേട്ടൻ അടക്കമുള്ള ഭാഗവതാചാര്യന്മാർ, അതുപോലെ വെൺമണി കൃഷ്ണേട്ടൻ്റെ മടിയിലൊക്കെ ഇരുന്നിട്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ പാടിയിട്ടുള്ളത്. ഇവരെല്ലാവരും വന്നു. അപ്പം ഞാൻ ഭജന പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്പലത്തിൻ്റെ അകത്ത്, മൂർക്കന്നൂർ ഹരിയേട്ടനാണ് അന്നത്തെ മേൽശാന്തി, അമ്പലത്തിൻ്റെ അകത്ത് കൃഷ്ണൻ്റെ മാറിൽ ചാർത്തിയ പൂമാല ഓടി വരികയാണ് കൃഷ്ണനെ വിളിക്കുമ്പോൾ. അന്ന് ഈ നിറമോലും പീലിയൊന്നും ആയിട്ടില്ല. ഇതിനു മുമ്പ് അവിടുന്ന് ഓടി വന്നു കഴിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് മാലയിടുമ്പോഴുണ്ടായ ഒരു ഫീലുണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ. ഇതിലും വലിയൊരു ലോട്ടറി എനിക്ക് കിട്ടാനില്ല. ബാക്കി എല്ലാവരും കമൻറ്റും റീച്ചും ഒക്കെ പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ മാറിൽ ചാർത്തിയൊരു മാല അവിടെ ഇരുന്ന്, മേൽപ്പത്തൂർ എന്ന് പറയുമ്പോൾ എത്രയോ വലിയ വലിയ കലാകാരന്മാരിരുന്ന മണ്ഡപത്തിലിരുന്ന്, ഒന്നും ഇല്ല, വിശ്വരൂപ ഭജൻസന, അവർക്ക് നന്ദി പറയണം. അവരാണ് കോട്ടയത്തൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുക. കുട്ടികൾ നന്നായിട്ട് ഭജന പാടും ചെയ്യും. നമ്മളവിടെ ഇങ്ങനെ ഇരുന്ന് പാടാനൊരു നിയോഗം ആ സമയത്ത് കൊണ്ടുതരുന്നൊരു അവസ്ഥ. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, മൂകാംബികയിൽ 117 ദിവസം ഭജനത്തിൻ്റെ ഇടയിൽ അമ്മയുടെ പാദം കഴുകാൻ ഒരു മലയാളി വേണം, വിളിച്ചത് എന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിലും വലിയൊരു ലോട്ടറി എന്താ ഉള്ളത്? സമ്പത്തൊക്കെ നമുക്ക് ബാങ്കിൽ ബാലൻസ് ആയിട്ട് വെക്കാം. ഇത്തരം സന്ദർഭങ്ങളൊന്നും ആർക്കും, ചിലർക്ക് മാത്രമേ കിട്ടൂ.